ഹൃദ്രോഗം വരുന്ന ആ ഒരു പ്രായം ആക്ച്വലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മളൊരു 30കളിലും 40കളിലും ഉള്ള ആളുകൾ പലപ്പോഴും ആൻജിയോഗ്രാമിനും ആൻജിയോപ്ലാസ്റ്റിക്കും ബൈപ്പാസിന് പോലും വരുന്നവരുടെ എണ്ണം അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓവർ വർക്കൗട്ട് ചെയ്ത് പലർക്കും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. ചില ആൾക്കാർക്ക് ഇങ്ങനെ എക്സസൈസ് കാരണം ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകാം. വെയിറ്റ് എടുത്തുള്ള എക്സസൈസുകളിലാണ് ഇങ്ങനെ സാധാരണ കാണുന്നത്. പ്രത്യേക ഇഞ്ചി, നാരങ്ങ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ നമുക്ക് ബൈപ്പാസ് ഒഴിവാക്കാം. സോഷ്യൽ മീഡിയയിൽ വരുന്നതിനൊന്നും ശാസ്ത്രീയമായ അടിത്തറയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സൈഡ് എഫക്റ്റ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പം പലപ്പോഴും അത് അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്നതിൽ നിന്ന് പലരെയും ഡിസ്കറേജ് ചെയ്യുന്നിരിക്കാം. നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് എന്താണെന്നും ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് അറിയാൻ സാധിക്കും. ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിഭാഗക്കാർക്ക് ഈ ഹൃദയ സംബന്ധമായ രോഗം കൂടുതൽ കാണുന്നു, അങ്ങനെയൊന്നുണ്ടോ? പിന്നെ കൃത്യമായിട്ട് നമ്മൾ വ്യായാമം വേണമെന്നൊക്കെ ഇന്ന് സ്ട്രെസ് ചെയ്യുന്നതിൻ്റെ കാര്യം അതാണ്. എല്ലാ നെഞ്ചുവേദനകളും ഹാർട്ട് അറ്റാക്ക് ആണോ ഡോക്ടറെ? ഹൃദയത്തിൻ്റെ സംബന്ധമായ വേദനയ്ക്ക് ചെറിയ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അത് പക്ഷേ എപ്പോഴും അതുപോലെ തന്നെ ആകണമെന്ന് ഇല്ല താൻ. KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി ചെയ്ത ഡോക്ടർ, അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു ഹോസ്പിറ്റൽ, ഡോക്ടർ KM ചെറിയാൻ. അദ്ദേഹം ഹൃദയ ശസ്ത്രക്രിയ രംഗത്ത് പയനിയർ എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഇന്ത്യയിൽ പല കാര്യങ്ങളും ആദ്യമായിട്ട് ചെയ്ത ബൈപ്പാസ് ഓപ്പറേഷനും പിന്നെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇത്രയും ഒരു വ്യാപകമാക്കിയതിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ വലുതാണ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. നമുക്കൊരു സർജറി വേണം എന്ന് കേട്ട് കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ ഒരു കാർഡിയാക് സർജറി അഥവാ ഹൃദയ സംബന്ധമായ ഒരു ഓപ്പറേഷൻ വേണമെന്ന് കേട്ടാലോ ടെൻഷൻ കൂടുമല്ലേ? പക്ഷെ ഒരു കൃത്യമായ എക്സ്പീരിയൻസ്ഡ് ആയ ഡോക്ടറുടെ കൈകളിലാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ കാർഡിയാക് സർജറിയെക്കുറിച്ചും അതിൻ്റെ ലേറ്റസ്റ്റ് എഡിഷൻസിനെ കുറിച്ചും ഒക്കെ നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കാർഡിയോ തെറാസിക് സർജൻ ഡോക്ടർ ഗീവർഗി സാറാണ്. വെൽക്കം സർ. ഹായ്, വെൽക്കം സാറേ. എനിക്കടക്കമുള്ള ഒരുപാട് പേർക്ക് സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞതാണ്, ഭയങ്കര ടെൻഷനാണ് ഈ ഓപ്പറേഷൻ, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം എനിക്കുണ്ട് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ. ഈ പ്രശ്നം സാറിൻ്റെ ഈ ഇത്രയും വർഷത്തിനിടയിൽ ആളുകൾക്ക് കുറഞ്ഞു തുടങ്ങിയോ ഈ ടെൻഷൻ, അതോ കൂടുതലാണോ? എന്തു പറഞ്ഞാലും മറ്റ് ഓപ്പറേഷൻസ് അപേക്ഷിച്ച് ആൾക്കാർ വളരെ പേടിയോടെ കാണുന്ന ആണ് ഹാർട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എന്നാലും പൊതുവേ ഇന്ന് ഇപ്പം ഹാർട്ട് ഓപ്പറേഷൻസിനോട് ആൾക്കാരുടെ ആ ഒരു സ്വീകാര്യത വളരെ കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പുതിയ അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ വന്നപ്പോൾ നമ്മുടെ ഈ റിസൾട്ട്സ് ഒക്കെ കുറച്ചുകൂടെ ബെറ്ററായി. ഇന്നിപ്പോൾ ഹാർട്ട് ഓപ്പറേഷൻ വളരെ വളരെ സേഫായിട്ടൊരു 98% സേഫായിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻസായി മാറി. ഒരു ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ആൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവർ വേറെ ഏതോ ആൾക്കാരാണ്. അതായത് അവർക്ക് പിന്നെ ഒരു സോഷ്യൽ ലൈഫ് ഇല്ല, മദ്യപിക്കാൻ പാടില്ല, പുകവലിക്കാൻ പാടില്ല, അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേറൊരു കാറ്റഗറിയിൽ പെടുത്തുന്ന ആൾക്കാരാണ്. അങ്ങനെ തന്നെ ചെയ്യണമെന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയാണോ? മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും കാര്യം പിന്നെ വരാം. പക്ഷേ നമ്മൾ അങ്ങനെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്ക് നമുക്കിവിടെ നമ്മുടെ ഇടയിലൊരു നിത്യാധാരണയുണ്ട്, അവർക്ക് പിന്നെ കുറേ നാളൊന്നും ചെയ്യാനൊക്കത്തില്ല, നോർമൽ ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു വരാൻ. അത് ശരിയായ ഒരു ധാരണയല്ലത്. ഒരു സാധാരണ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാണെങ്കിൽ 4 മുതൽ 6 ആഴ്ച കൊണ്ട് അവർക്ക് മിക്കവാറും ഒരു നോർമൽ ഓപ്പറേഷൻ മുമ്പ് എങ്ങനെയായിരുന്നു ആ ഒരു ലെവലിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. പിന്നെ പുകവലിയും മദ്യപാനവും അതൊക്കെ ഈ അസുഖത്തിൻ്റെ കാരണമാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും തികച്ചും നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. ഒരു സോഷ്യൽ ഡ്രിങ്കിങ് പോലും ഒരു ബിഗ് നോ ആണോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ? സോഷ്യൽ ഡ്രിങ്കിങ്ങിന് ആക്ച്വലി കുഴപ്പമില്ല. പക്ഷേ അത് പലപ്പോഴും സോഷ്യൽ ഡ്രിങ്കിങ് കടന്ന് വലിയ ഡ്രിങ്കിങ്ങിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരിക്കലും ഇത് എൻകറേജ് ചെയ്യാറില്ല. പക്ഷേ അങ്ങനെ അബ്സല്യൂട്ട് നോ എന്ന് പറയാനൊക്കത്തില്ല. ഈ ഹാർട്ട് സർജറി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഇങ്ങനെ വലിയൊരു സ്റ്റിച്ച് ഉണ്ടാവും, പിന്നെ ജീവിതകാലം മുഴുവൻ ആ സ്റ്റിച്ച് കൊണ്ട് നടക്കണം എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണോ? കൺവെൻഷനലി സാധാരണ ഹാർട്ട് ഓപ്പറേഷൻ നമ്മൾ മുമ്പിൽ മീഡിയൻ സ്റ്റെനോട്ടമി എന്ന് പറയും, നമ്മുടെ മുമ്പിലുള്ള ബ്രസ്റ്റ് ബോൺ, നെഞ്ചിന് മുമ്പിലുള്ള ബോൺ കട്ട് ചെയ്താണ് സാധാരണ ഒരു നല്ല ശതമാനം ഹാർട്ട് ഓപ്പറേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ മുറിവുണ്ടാകും, പക്ഷേ എന്നും പറഞ്ഞ് അതൊരു വലിയ ബുദ്ധിമുട്ടൊന്നുമായി മാറാറില്ല. അപ്പോൾ അത് മുറിവ് കരിഞ്ഞു കഴിഞ്ഞ് ബോണൊക്കെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ നോർമൽ ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. പക്ഷേ ഇന്ന് അതുകൂടാതെ മറ്റ് പല പുതിയ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഈ മിനിമലി ഇൻവേസീവ്. മറ്റെല്ലാ ഓപ്പറേഷൻ്റെ കാര്യത്തിലും ഈ കീ ഹോൾ എന്നൊക്കെ പറയുന്ന ചെറിയ മുറിവുകൾ കൂടെ ഓപ്പറേഷൻ ചെയ്യുന്ന ഇപ്പോൾ അതിനുള്ള സൗകര്യമുണ്ട്. അത് ഈ കാർഡിയാക് ഓപ്പറേഷൻസിലും വന്നിട്ടുണ്ട്. കീ ഹോൾ സർജറി എന്ന് പറയുന്നത് ഇപ്പോൾ ഡോക്ടറെ സംബന്ധിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട് ഇതേ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്.
ഇത് എക്സ്പീരിയൻസ് കുറഞ്ഞ ഡോക്ടേഴ്സും ചെയ്യുന്നു എന്ന് വരുന്നത് ചിലപ്പോൾ നമുക്കൊരു അപകട സാധ്യത കൂട്ടുമോ? കീഹോൾ ഓപ്പറേഷൻസ് ഒന്നാമതായിട്ട് നമ്മളിങ്ങനെയുള്ള നമ്മൾ സാധാരണയിൽ നിന്നും വിഭിന്നമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് നമ്മൾ ആ പേഷ്യൻ്റ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ പേഷ്യൻസിൻ്റെ ഓപ്പറേഷൻസ് നമ്മൾ ഈ രീതിയിൽ കീഹോൾ അല്ലെങ്കിൽ മിനിമലി ഇൻവേസീവ് അഥവാ ചെറിയ മുറിവുകൾ കൂടെ ചെയ്യാൻ സാധിച്ചെന്നിരിക്കത്തില്ല. ആ പേഷ്യൻ്റെ അസുഖത്തിൻ്റെ സ്വഭാവം, പേഷ്യൻ്റെ ബോഡി ഹാബിറ്റസ്, പിന്നെ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്തിട്ടാണ് ഇത് സേഫായിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് സെലക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ശരിക്കും നേടുന്നത്. ഞാൻ പൊതുവേ കേട്ടു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളത് കേരളീയർക്കാണ് ഏറ്റവും കൂടുതലെന്ന്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? കൊറോണറി ആർട്ടറി ഡിസീസ്, അതായത് രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വന്നുണ്ടാകുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ ഈ അത്രോസ്ക്ലിറോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്, അത് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ്. കാരണം ഒരു അഫ്ലുവൻറ്റ് സൊസൈറ്റിയുടെ, അതായത് നമ്മൾ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്നൊരു അസുഖമാണത്. അത് പ്രത്യേകിച്ചും നമ്മളുടെ ഡയറ്റ്, ആഹാര രീതികൾ, പിന്നെ ഇപ്പോഴത്തെ ജീവിത രീതികളുമായിട്ട് ജീവിതശൈലി രോഗങ്ങളാണ് രോഗമായിട്ട് കണക്കാക്കണതിന്. അതുപോലെ പ്രമേഹം, രക്തസമ്മർദ്ദം, ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ ഡയറ്റും എക്സസൈസും നമ്മുടെ ഡയറ്റും ജീവിത രീതിയെല്ലാം ആ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷെ അത് കേരളത്തിന് മാത്രമാണോ ഡോക്ടറെ? അതായത് നമ്മളിപ്പോൾ ഏത് സംസ്ഥാനത്തിലേക്ക് എടുത്താലും ഡയറ്റിലും അല്ലെങ്കിൽ ഈ ഭക്ഷണ രീതികളിലും ഒക്കെ അല്ലെങ്കിൽ ജോലിയുടെ രീതികളിലും ഒക്കെ എല്ലാവരും ഏകദേശം സിമിലർ അല്ലേ? നമ്മൾ കുറച്ചുകൂടെ കൊഴുപ്പടങ്ങിയതും അങ്ങനെയുള്ള ആ ഒരു ആഹാര രീതിയിലൊക്കെ നമ്മളിപ്പോഴും ഇപ്പം കേരളത്തിൽ ഒത്തിരി അത് വളരെ ഉണ്ട്. അതിനൊക്കെ അപ്പുറമായിട്ട് ശരിയായ എക്സസൈസ് ഇല്ല. നമ്മൾ വളരെ സെഡൻറ്ററി ആയിട്ടുള്ള, വളരെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവുള്ള ഒരു സമൂഹമാണ് ആക്ച്വലി. നമ്മൾ ഈ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണല്ലോ കൂടുതലും. ഇപ്പോൾ പ്രത്യേകിച്ച് ടെക്കികളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടേഴ്സിനെ എടുത്താൽ പോലും ഏറ്റവും കൂടുതൽ പേഷ്യൻസിനെ കാണുന്നു ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിഭാഗക്കാർക്ക് ഈ ഹൃദയ സംബന്ധമായ രോഗം കൂടുതൽ കാണുന്നു, അങ്ങനെയൊന്നുണ്ടോ? ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതിരിക്കുക എന്നുള്ളത് ഈ അസുഖം, ഇങ്ങനെയുള്ള ഈ കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നാണ്. നമ്മളിപ്പം പല വിദേശ രാജ്യങ്ങളിലെയും ഒരു ജീവിത രീതിയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എക്സസൈസ്, ഫിസിക്കൽ ആക്ടിവിറ്റി ഇങ്ങനെയൊക്കെയുള്ളത് നമുക്ക് ഇത്രയൊക്കെ നമ്മൾ പുരോഗമിച്ചെങ്കിലും ഇന്നും അതൊരു വളരെ വ്യാപകമായിട്ടൊരു ജീവിത രീതിയുടെ ഭാഗമായിട്ടില്ല. അതാണ് അതിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഇരുന്നല്ലേ സെഡൻറ്ററി ആയിട്ടല്ലേ ഇരുന്ന് ജോലി ചെയ്യുന്നത് ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ കുട്ടികളുണ്ട്, ഒരു യൂത്ത് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻ്റ് ഉണ്ട്, അതിന് മധ്യവയസ്കരുണ്ട്. ഇതിലേത് സെഗ്മെൻറ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ ഹൃദയാരോഗ്യം അല്ലെങ്കിൽ ഹൃദയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഇന്ന് നമ്മളിപ്പോൾ പലപ്പോഴും കാണുന്നത് വളരെ നമ്മുടെ ആ ഹൃദ്രോഗം വരുന്ന ആ ഒരു പ്രായം ആക്ച്വലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മളൊരു 30കളിലും 40കളിലും ഉള്ള ആളുകൾ ഈ ഹൃദ്രോഗവുമായിട്ടും കൊറോണറി ആർട്ടറി ഡിസീസായിട്ടും പലപ്പോഴും ആൻജിയോഗ്രാമിനും ആൻജിയോപ്ലാസ്റ്റിക്കും ബൈപ്പാസിന് പോലും വരുന്നവരുടെ എണ്ണം അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി വളരെയധികം ചെറുപ്പക്കാർ ഇപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളുമായിട്ട് വരുന്നുണ്ട്. അവർക്ക് ഓപ്പറേഷനും ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രായമായവരും ഉണ്ട്. പക്ഷേ അതിനേക്കാൾ നമുക്ക് ആശങ്ക ഉളവാക്കുന്ന കാര്യം ഇതാണ്, ചെറുപ്പക്കാരിൽ ഈ രോഗം ഇന്ന് കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളത് വളരെ നമ്മൾ പ്രത്യേകിച്ചും പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ആശ്വാസം, ഇത് ഭയങ്കര പ്രശ്നങ്ങളൊന്നും ഇല്ല, പെട്ടെന്ന് നമുക്ക് ഒരുപാട് ബെഡ് റെസ്റ്റ് വേണ്ട, അങ്ങനെയൊക്കെ തന്നെയാണോ അത്? ചെറിയ മുറിവുകളിൽ കൂടെ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ റിക്കവറി വളരെ ഫാസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പം പെയിൻ കുറവായിരിക്കും, മുറിവ് കരിയാനുള്ള താമസം ഉണ്ടാവില്ല. പിന്നെ ഇപ്പം അത് ഈ നെഞ്ചിലെ മുറിവ് മാത്രമല്ല, ഇപ്പം നമ്മൾ പണ്ട് ബൈപ്പാസ് പോലുള്ള ഓപ്പറേഷൻസ്, രക്തക്കുഴൽ ബ്ലോക്കുകളുടെ ബൈപ്പാസ് ചെയ്യുന്നത് കാലിൽ നിന്നും കയ്യിൽ നിന്നും ഒക്കെ വെയിനും അല്ലെ ഞരമ്പുകൾ എടുത്താണ്. അപ്പം നമ്മൾ കൺവെൻഷനൽ ചെയ്തുകൊണ്ട് കാലിൽ എത്ര നീളത്തിൽ ഞരമ്പ് എടുക്കണോ അത്രയും വലിയ മുറിവ് കാലുകളിലുണ്ടാകുമായിരുന്നു. അത് പലപ്പോഴും ഈ പ്രമേഹമുള്ള രോഗികൾ ഇതൊക്കെ കരിയാൻ താമസം വരികയും അതൊരു വലിയൊരു ബുദ്ധിമുട്ട് വരുമായിരുന്നു. ഇന്നിപ്പോൾ നമ്മളിവിടെ 99% ആളുകളിലും അങ്ങനെയുള്ള ഓപ്പറേഷൻസിൽ അത് വളരെ കീഹോൾ രീതിയിൽ മിനിമലി എൻഡോസ്കോപ്പിക് വെയിൻ ഹാർവെസ്റ്റിംഗ് എന്ന് പറയും. കാലിൽ ചെറിയ 2 സെൻറ്റിമീറ്റർ മാത്രം മുറിവുകളിൽ കൂടെയാണ് ഈ ബൈപ്പാസിന് ആവശ്യമായ ഞരമ്പ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ കയ്യിൽ നിന്നുള്ള ശുദ്ധരക്തക്കുഴൽ എടുക്കുമ്പോഴും എല്ലാം ചെറിയ മുറിവുകൾ കൂടി എടുക്കാൻ പറ്റും. ഇത് വലിയൊരു ആശ്വാസമാണ്. കാരണം ഈ മുറിവുകൾ കരിയുക, അതുമൂലം ഉണ്ടാകുന്ന വേദന, ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് നെഞ്ചിലെ മുറിവും
വശങ്ങളിൽ കൂടെ ചെയ്യുമ്പം നമ്മൾ ബോൺ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബോൺ ഹീൽ ചെയ്യാനുള്ള താമസം, പ്രത്യേകിച്ചും ആ ഒരു കുറേ നാൾ ആ ബോൺ അങ്ങോട്ട് എല്ല് ചേരുന്നവരെ ഒത്തിരിയും കാര്യങ്ങൾ റെസ്ട്രിക്ഷൻസ് കാണും. നമ്മുടെ ആക്ടിവിറ്റീസിലും എന്തുമാത്രം വെയിറ്റ് എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മിനിമലിനൊക്കെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ പെട്ടെന്ന് നമ്മൾ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലായി. എനിക്കൊരു ബൈപ്പാസ് സർജറി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ വെച്ച് ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഹൃദയ ശസ്ത്രക്രിയ സ്ഥിരമായിട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ള സ്ഥലത്തായിരിക്കണം ചെയ്യുന്നത്. പിന്നെ നേരത്തെ ഡെഫിനറ്റ്ലി ആ ചെയ്യുന്ന ഡോക്ടർമാരുടെ കോമ്പിറ്റൻസ്, അവരുടെ പിന്നെ ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ് എത്രമാത്രം ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഈ വിജയകരമായിട്ട് ഓപ്പറേഷൻ നടത്തുന്നതിനൊരു ഭാഗമാണ്. പിന്നെ അതിനൊക്കെ അപ്പുറമായിട്ട് നമ്മൾ സാധാരണ കാർഡിയോളജിസ്റ്റ് ആൻജിയോഗ്രാം ചെയ്തിട്ടാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കാർഡിയോളജിസ്റ്റുമായിട്ട് അത് വളരെ ഓപ്പണായിട്ട് നമ്മുടെ കണ്ടീഷൻ ഡിസ്കസ് ചെയ്യുക, എന്താണ് നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഹാർട്ടിൻ്റെ സർജറി ചെയ്യുകയാണ്, നമുക്ക് മറ്റെന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ വരുവാണെങ്കിൽ അവിടെ ഈ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഡോക്ടറും കൂടെ ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായിരിക്കില്ലേ എപ്പോഴും നല്ലത്? ഒന്നിലധികം മെഡിക്കൽ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ് പലപ്പോഴും ഇന്ന് ഓപ്പറേഷൻ വരാണ്. ഞാൻ പറഞ്ഞ പോലെ പ്രായം, ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകളുടെ പ്രായവും കൂടി വരികയാണ്. ഒരു വശത്ത് ചെറുപ്പക്കാർ ഓപ്പറേഷൻ വരുന്നു. ഇന്ന് നമ്മൾ പൊതുവെ കൂടുതൽ വർഷങ്ങൾ എല്ലാവരും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് പ്രായമായവരും ഇന്ന് ഓപ്പറേഷൻ, പണ്ട് നമ്മൾ 70 വയസ്സ് കഴിഞ്ഞവരെ ഓപ്പറേഷൻ വരുന്നത് കുറച്ച് ചുരുക്കമായിരുന്നു. ഇന്ന് 70കളിലും 80കളിലും ഒക്കെ ഹാർട്ട് ഓപ്പറേഷൻ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മറ്റ് പല അസുഖങ്ങളും കാണും. മറ്റ് കിഡ്നിയുടെ ഡിസീസ് അസുഖം ഉണ്ടായിരിക്കാം, ലിവറിൻ്റെ അസുഖം ഉണ്ടായിരിക്കാം, പ്രമേഹം, അങ്ങനെ മൾട്ടിപ്പിൾ പ്രശ്നങ്ങളുണ്ടാകാം. ഈ ഒരു ഹാർട്ട് ഓപ്പറേഷൻ പോലെ വളരെ സങ്കീർണമായ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സാധാരണ നമ്മളിതെല്ലാം വളരെ ഡീറ്റെയിൽഡായിട്ട് ഇതിനെക്കുറിച്ചെല്ലാം ഇവാലുവേറ്റ് ചെയ്യുകയും മറ്റ് സ്പെഷ്യലിസ്റ്റുകളുടെ സഹായമെടുത്ത് ഇത് നമ്മൾ ഹാർട്ട് ഓപ്പറേഷൻ ഇതൊരു തടസ്സമാകുമെന്നും ഇതുമൂലം ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് സാധാരണ ഇന്ന് ചെയ്യുന്നത്. അതിന് വേണ്ടതായ ടെസ്റ്റുകളും കൺസൾട്ടേഷൻസും ഒക്കെ നടത്താറുണ്ട്. ചില വണ്ണമുള്ള ആളുകളെ കാണുമ്പോഴത്തേക്കും ഇവർക്ക് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് നമ്മൾ പറയും. പക്ഷേ അറ്റാക്ക് വരുന്ന പല ആൾക്കാരെ എടുത്ത് നോക്കിയാൽ വളരെ മെലിഞ്ഞ ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ ശരീരപ്രകൃതി അറ്റാക്ക് വരണതിന് ഒരു കാരണമാണോ? അമിതവണ്ണം ജീവിതശൈലി രോഗങ്ങളുടെ ഒരു കാരണമാണ്, അതിന് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇത് കൂടാതെ മറ്റ് അനവധി റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. പുകവലി, പിന്നെ ചിലർക്ക് നേരത്തെ തന്നെ പ്രമേഹമുള്ളവർ, രക്തസമ്മർദ്ദമുള്ള ഹൈപ്പർ ടെൻഷനുള്ളവർ, പിന്നെ അതിലൊക്കെ അപ്പുറമായിട്ട് ഒരു ജനറ്റിക് ഫാക്ടർ ഇതിനകത്തുണ്ട്, അതായത് ഫാമിലി ഹിസ്റ്ററി ഉള്ള. അപ്പം ഇങ്ങനെ നമ്മൾ ഈ അമിതവണ്ണം അല്ലാതെയുള്ള മറ്റ് പല ഫാക്ടേഴ്സും ഈ ഹൃദ്രോഗം ഉണ്ടാകുന്നതിന് കാരണമാണ്. അപ്പം അമിതവണ്ണം ഒഴിവാക്കേണ്ടത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ പറഞ്ഞത് ശരിയാണ്, മറ്റ് പല കാരണങ്ങളും ഇതിനകത്തുള്ളതുകൊണ്ടാണ് ഈ അല്ലെ ആൻജിയോപ്ലാസ്റ്റിക്കോ ബൈപ്പാസിനോ വരുന്നവരെല്ലാവരും ഒന്നും അമിതവണ്ണമുള്ളവരല്ല. അതുപോലെ എല്ലാ നെഞ്ചുവേദനകളും ഹാർട്ട് അറ്റാക്ക് ആണോ ഡോക്ടറെ? അല്ല, നെഞ്ചുവേദനകൾ പല കാരണങ്ങളും ഉണ്ടാകാം. അത് ഹൃദയത്തിൻ്റെ വേദനയാകാം, ലങ്സിൻ്റെ വേദനയാകാം, അല്ലെങ്കിൽ ലങ്സിൻ്റെ പുറമേയുള്ള പ്ലൂറ പ്ലൂറയിൽ നിന്നുള്ള വേദനയാകാം. പിന്നെ നമ്മുടെ മസിലിൻ്റെ ബോൺ ഒക്കെ ഉണ്ടാകുന്ന വേദനകളാകാം. ഹൃദയത്തിൻ്റെ സംബന്ധമായ വേദനയ്ക്ക് ചെറിയ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അത് പക്ഷേ എപ്പോഴും അതുപോലെ തന്നെ ആകണമെന്ന് ഇല്ല താനും. പ്രത്യേകിച്ച് നമ്മൾ സാധാരണ ഉണ്ടാകാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയും പിന്നെ നമുക്കതിനോടൊപ്പം തന്നെ വിയർക്കുക, പിന്നെ നമുക്ക് മറ്റ് തലകറക്കം, അങ്ങനെയൊക്കെയുള്ള നമ്മൾ സീരിയസ് ആയിട്ട് തോന്നുന്ന ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്ത് അസുഖം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് തരം സിംറ്റം കണ്ടാലാണ് ഒരു കാർഡിയോ ഡോക്ടറെ വളരെ അത്യാവശ്യമായി കാണേണ്ടി വരിക? ഇപ്പം നെഞ്ചുവേദനയാണ് ഒരു പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും നെഞ്ചിൻ്റെ ഈ പറഞ്ഞ പോലെ കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന വേദന, നെഞ്ചുവേദനയോടൊപ്പം നമുക്ക് വിയർപ്പ്, ഛർദ്ദിക്കാൻ വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ശ്വാസം മുട്ടലൊരു പ്രധാനപ്പെട്ട ഇതാണ്. ശ്വാസം മുട്ടൽ ഇത് പറഞ്ഞ പോലെ ഹൃദയത്തിൻ്റെ രോഗം കൊണ്ട് മാത്രമല്ല, പല കാരണങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടലുണ്ടാകും. അത് പ്രത്യേകിച്ചും നമ്മൾ എന്തെങ്കിലും ആയാസം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്വാസം മുട്ടൽ. പിന്നെ നെഞ്ചിടിപ്പ്, പാൽപിറ്റേഷൻ എന്ന് പറയും. നമ്മൾ നെഞ്ചിടിപ്പ് കൂടുന്നു, അല്ലെങ്കിൽ താളം തെറ്റിയിടിക്കുന്നു തോന്നുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല സിംറ്റംസ് ഉണ്ടാകാം. തലകറക്കം ചിലപ്പോൾ
ഹൃദ്രോഗത്തിൻ്റെയും വാൽവിൻ്റെ അസുഖത്തിൻ്റെയൊക്കെ ലക്ഷണമായിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള എല്ലാ എന്ത് സിംറ്റം ആണെങ്കിലും നമുക്ക് സാധാരണ ഇല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അത് ഏറ്റവും പെട്ടെന്ന് തന്നെ അത് മെഡിക്കലി ഒരു ഡോക്ടറുടെ അഡ്വൈസ് എടുക്കുക എന്നുള്ളതും വേണ്ട ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ പറ്റുക അതിനകത്ത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഈ ഡോക്ടർമാരെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗൂഗിളിനെ വിശ്വസിക്കും. ഡോക്ടർ തരുന്ന മരുന്ന് പോലും നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയിട്ട് ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കും. ഈ ഒരു പ്രവണതയോട് ഡോക്ടർ എന്ത് പറയും? ഗൂഗിൾ നോക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ പലപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു വശം മാത്രമാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു മരുന്ന് കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള അതിൻ്റെ ഡോക്ടറുടെ കാരണം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ആയിരിക്കുകയല്ലേ നമ്മൾ ഈ ഒരു കാഷ്വലായിട്ട് ഗൂഗിൾ നോക്കി ഇൻഫർമേഷൻ എടുക്കുന്നവർ എടുക്കുക. അപ്പോൾ അത് കുഴപ്പമില്ല, പക്ഷേ അതേസമയം അതിൽ നിന്നുള്ള ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആയിരിക്കരുത് നമ്മുടെ മരുന്ന് കഴിക്കുന്നതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പേഷ്യൻസ് ഡോക്ടറിനുണ്ടോ? തീർച്ചയായും അല്ല. ഇപ്പം എല്ലാവരും വരുന്നവരൊരു പകുതി ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഒരു അറിവോട് കൂടിയാണ്. പക്ഷേ അതിൻ്റെ ഒരു നല്ല വശം കൂടിയുണ്ട്. ഇപ്പം പണ്ട് ഇപ്പം ഇതെല്ലാം പറഞ്ഞ പോലെ കുറച്ചൊരു സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കാത്തവർക്ക് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു ഈ ഹാർട്ട് ഓപ്പറേഷൻ്റെ കാര്യവും അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ. ഇന്ന് ഈ ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആളുകൾ വരുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചൊരു പഠനമൊക്കെ നടത്തിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പലപ്പോഴും എളുപ്പമാണ്. പണ്ടത്തെക്കാളും കുറച്ചുകൂടെ വെൽ ഇൻഫോംഡ് ആണ് ആൾക്കാർ. പിന്നെ പറഞ്ഞ് നെല്ലും പതിരും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണം എന്നുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ പല 30 സെക്കൻഡ് വീഡിയോകളിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ കേട്ടിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്, ടേമറിക് കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായി കഴിച്ചാൽ ക്യാൻസർ വരില്ല എന്ന്. ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഒരു കഥ അല്ലെങ്കിൽ ഒരു മിത്ത് ഡോക്ടർ കേട്ടിട്ടുണ്ടാവില്ലേ? പലപ്പോഴും കാണാറുണ്ട്. എന്തെങ്കിലും പ്രത്യേക ഇപ്പോൾ ഇഞ്ചി, നാരങ്ങ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ നമുക്ക് ബൈപ്പാസ് ഒഴിവാക്കാം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരിയും കാര്യങ്ങൾ കേൾക്കാറുണ്ട്. പല ആഹാര പദാർത്ഥങ്ങൾക്കും നല്ല ഗുണങ്ങളുണ്ടാകാം, പക്ഷേ ഇങ്ങനെ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതിനൊന്നും ശാസ്ത്രീയമായ അടിത്തറയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതിൻ്റെ കുഴപ്പം ഇതാണ്, നമ്മൾ പലരും ഇത് വിശ്വസിച്ചിട്ട് അവർ ശരിയായ ചികിത്സ എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കഴിക്കുന്ന മരുന്നുകൾ ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യുന്ന അത് വളരെ അപകടകരമായൊരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട്. ചില പ്രത്യേക ക്യാൻസർ മാറ്റാൻ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും അതിൻ്റെ ശരിയായ ചികിത്സ വേണ്ടാന്ന് വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറകെ പോകുന്നത് അത്ര നല്ല പ്രവണതയല്ല. ഒരു ശരാശരി മലയാളിയോട് ഡോക്ടർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്തായിരിക്കും? നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് സ്വയം ഒരു അവബോധം ഉണ്ടാകണം. അതുകൂടാതെ ഈ വ്യായാമം, ഭക്ഷണം, ഇങ്ങനെയുള്ള പുകവലി, മദ്യപാനം തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാം, പിന്നെ സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാം, അത് ജോലി സ്ഥലത്താകാം, കുടുംബങ്ങളിലാകാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാം. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും അസുഖത്തിൻ്റെ ലക്ഷണങ്ങളെ നമ്മൾ പലപ്പോഴും അവഗണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അസുഖ ലക്ഷണങ്ങളെ നമ്മൾ അവഗണിക്കാതിരിക്കുക, അതിന് ശരിയായ സമയത്ത് വേണ്ട മെഡിക്കൽ അഡ്വൈസ്, ഡോക്ടറെ കാണുകയും വേണ്ട ടെസ്റ്റുകൾ ചെയ്യുക. ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം. വലിയ ഹൃദയം തുറന്നു വെച്ചുള്ള ശസ്ത്രക്രിയകളുടെയൊക്കെ ഒരു കാലം കഴിഞ്ഞു. മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറികൾ ഒരു പരിധി വരെ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഒരു 90% വരെ ഇതിനൊരു സൊല്യൂഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിരിക്കും? 90% പറയാനൊക്കത്തില്ല. ഒരു മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി ഇന്നത്തെ ചികിത്സയുടെ പ്രധാന ഭാഗമാണത്. അതിനൊക്കെ പുറമെയായിട്ട് നമ്മൾ ഇന്ന് ഏറ്റവും പ്രത്യേകിച്ചും ഈ വിദേശ രാജ്യങ്ങൾ സ്ട്രെസ് ചെയ്യുന്ന കാര്യമാണ് എത്ര പെട്ടെന്ന് നമുക്ക് തിരിച്ച് നമ്മുടെ നോർമൽ ലൈഫ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ള വലിയൊരു ഒരു ഇൻഡെക്സാണ്. നമ്മൾ പലപ്പോഴും അവിടെ നമ്മൾ ഈ ഓപ്പറേഷൻ ഹോസ്പിറ്റലിൽ ചിലവാകുന്ന തുക മാത്രമാണ് നോക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ജോലി ചെയ്യാൻ പറ്റാതെ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം അത് പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല. എന്നാൽ അത് ഇങ്ങനെയുള്ള കണക്കുകളിലെല്ലാം ഈ ഗെയിൻഫുൾ ആക്ടിവിറ്റി നഷ്ടപ്പെട്ടതുകൊണ്ടുള്ള സാമ്പത്തിക നഷ്ടം, അപ്പോൾ അതും ഒരു വലിയ ഫാക്ടറാണ്, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ കൂടുതൽ പെട്ടെന്ന് തിരിച്ച് നോർമൽ ജോലി ചെയ്യാൻ പറ്റുക എന്നത് വലിയൊരു ഫാക്ടറാണ്. അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യം എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, കൃത്യമായ എക്സസൈസിലും നല്ല ഭക്ഷണങ്ങളിലൂടെയും ഒക്കെ. ഇനി അഥവാ ഇങ്ങനെയുള്ള ഒരു ബൈപ്പാസ് വേണ്ടി വരികയോ അല്ലെങ്കിൽ നമുക്കൊരു ക്ലോട്ട് ഉണ്ടാവുന്നു, അറ്റാക്കിനുള്ളൊരു എന്തോ ഒരു പെയിൻ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ല ഡോക്ടർ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ 90% ഇല്ലേ? അതെ, അത്
ഈ ഗോൾഡൻ അവർ എന്ന് പറയും. പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്കിൽ നമ്മൾ ബുദ്ധിമുട്ട് ഒരു ഹൃദയാഘാതം ഉണ്ടായി, രക്തോട്ടം നിലച്ച ശേഷം രക്തക്കുഴൽ അടഞ്ഞുപോയി രക്തോട്ടം നിലച്ച് എത്രയും പെട്ടെന്ന് അത് രക്തോട്ടം പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നു, അത്രയും കൂടുതൽ നമുക്ക് ഹാർട്ടിനെ സംരക്ഷിക്കാൻ സാധിക്കും, ഹാർട്ടിൻ്റെ മസിലിന് കേടുവരാതിരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ മെഡിക്കൽ അഡ്വൈസ് തേടുക, ഹോസ്പിറ്റലിൽ പോവുക. ഇത് ചികിത്സിക്കാൻ ഉള്ള സാഹചര്യമുള്ള ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ്. ഏതായാലും രോഗങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്ന് പറയുന്നത് നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ രോഗം ഉണ്ടായെങ്കിൽ കൃത്യമായ ഡോക്ടറുടെ അടുത്തേക്ക് എത്തുക, മികച്ച ആശുപത്രികളിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ, ഇത്രയൊരു ഇൻഫർമേഷൻ